ആനുവൽ റിപ്പോർട്ട് വായിച്ച ബ്രദർ നിർമ്മലിന് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള നന്ദിയുടെ പണിനിർക്കുസുമങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഇത് തന്നെ ഞാനും പറയാൻ വന്നേ. അത് പിന്നെ ചേട്ടാ എനിക്ക് അറിയത്തില്ല. നമ്മൾ തമ്മിൽ അങ്ങനാണോ? അതെ. അടുത്ത തന്നെ പരിപാടി? അടുത്ത തന്നെ പരിപാടിയെന്നോ? ഒരു പരിപാടിയുടെ മുഖ്യ ഘടകം എന്തുവാ? ഉദ്ഘാടനം. ഞാനത് മറന്നുപോയി. മറക്കും. ഫ്ലാമ. അതെ, തീജ്വാല. ഈ ചടങ്ങ് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി CMI തിരുവനന്തപുരം പ്രൊവിൻഷ്യാളും ഇന്നത്തെ പരിപാടിയുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ജെയിംസ് തൈലച്ചനെ എത്രയും ആദരവോടെ ക്ഷണിക്കുകയും അതോടൊപ്പം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി തിരുവനന്തപുരം പ്രൊവിൻഷ്യാളായ ജെയിംസ് തൈലച്ചനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ പ്രിയോരക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജ്യോതിവി പാത്തിക്കലച്ച, ബഹുമാനപ്പെട്ട രക്തച്ച, ബഹുമാനപ്പെട്ട കാലായിലച്ച, ബഹുമാനപ്പെട്ട ജൂഗിയച്ച, ബഹുമാനപ്പെട്ട ഇട്രാച്ചൻ സാറെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, മറ്റ് സുഹൃത്തുക്കളെ, ഏറെ സന്തോഷകരമായ ഒരു ദിനമാണ്. നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനാഗാനം ആലപിച്ചപ്പോൾ അവർ പറഞ്ഞത്, "This is your home, your house. We welcome you, Lord" എന്നുള്ളതാണ്. അത് സാർത്ഥകമാക്കിക്കൊണ്ടാണ് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി തൊട്ട് ഈ നിമിഷം വരെ കൃപകൾ ചൊരിഞ്ഞുകൊണ്ടുള്ളതായ മഴ നമുക്ക് ലഭിച്ചു. ദൈവകൃപയുടെ ഒരു പ്രകടമായ അനുഭവമായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. ഔദാര്യത്തിൻ്റെ ഒരു മുഖമാണ് മാതാപിതാക്കന്മാർ മക്കളെ ദൈവ ശുശ്രൂഷയ്ക്ക് നൽകുക എന്നുള്ളത്. ആ ഔദാര്യത്തെ അംഗീകരിച്ച ഒരു പ്രകടമായ ലക്ഷണമായിട്ടാണ് ഞാൻ ആ മഴയെ കാണുന്നത്. മാതാപിതാക്കന്മാരോട് പലരോടും ഞാൻ പങ്കുവെച്ചു, നിങ്ങളൊരു മകനെ സഭാ ശുശ്രൂഷയ്ക്ക് നൽകുമ്പോൾ വേദനയോടുകൂടിയാണ്, ഹൃദയം പിളർന്നു തന്നെയാണ് ആ ശുശ്രൂഷയ്ക്ക് നൽകുന്നത്. അതിലധികമായി ഔദാര്യത്തോടുകൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതായ ആ സത്യം വിളിച്ചു പറയുന്ന ഒരു വലിയ അടയാളമായിട്ട് ആ മഴയെ ഞാൻ കാണുകയാണ്. രണ്ടാമതായി റിപ്പോർട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ
നമ്മുടെ സ്കൂളിലേക്ക് ആദ്യ ദിവസങ്ങളിൽ ആരെയും നമ്മുടെ കുഞ്ഞു കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, എന്താ മോളെ അവിടെ ഇന്ന് നടന്നത്? അവരക്കമിട്ട് അവിടെ ചെന്നത് മുതൽ അവസാനം വരെയുള്ളതായ കാര്യങ്ങൾ അക്കമിട്ടവർ നമ്മളോട് പറയും. ആ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ റിപ്പോർട്ട് കേട്ടത്. ഈ യോഗാർത്ഥി ഭവനത്തിലേക്ക് പ്രവേശിച്ച നിമിഷം മുതൽ ഇന്ന് വരെ എന്തെല്ലാം ഇവിടെ നടന്നു എന്ന് വളരെ വ്യക്തമായി അവര് അക്കമിട്ടിവിടെ വെളിപ്പെടുത്തി. ഒരു കൊച്ചു കുട്ടി തങ്ങളുടെ മാതാപിതാക്കന്മാരോട് പറയുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് എനിക്ക് അവിടെ ഉണ്ടായത്. രക്തച്ഛൻ ഇപ്പം പറഞ്ഞു, ഇവരെ ഇത് ഈ പൊട്ടിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. അത് ഒരു നല്ലതാണ്, കാരണം ഒരു കുസൃതിത്തരമാണ് അല്ലേ? അവരുടെ ആഹ്ലാദത്തിന്റെ ഒരു പങ്കുവയ്ക്കലാണ് അത് കാണിച്ചത്. നമ്മളിപ്പോ ഒത്തുചേർന്നിരിക്കുകയാണ്. ഞാൻ മാതാപിതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു വളരെ നിമിത്തമുള്ളതായ ഒരു വർഷമാണിത്. സഭാസ്ഥാപകനായ വാഴ്ത്തപ്പെട്ട കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ വിശുദ്ധ പദവിയിലേക്ക് പ്രഖ്യാപിക്കപ്പെടും. അദ്ദേഹം വിശുദ്ധനാണ്, അത് നമുക്ക് സംശയമൊന്നുമില്ല. ആഗോള സഭ വണക്കത്തിനായി അദ്ദേഹം മാറ്റിവെക്കപ്പെടാൻ പോവുകയാണ്. ആ അവസരത്തിലാണ് ഈ കുഞ്ഞുമക്കള് ഈ യോഗാർത്ഥി ഭവനത്തിൽ പരിശീലനം നടത്തുന്നത്. തുടർന്നുള്ളതായ പരിശീലനം അവർ തുടങ്ങാൻ പോകുന്നു. ഇതൊരു നിമിത്തമാണ്. ആ മക്കളൊക്കെ വലിയൊരു ആധ്യാത്മികമായ ചലനത്തിന്റെ ഒരു കണ്ണിയായി തീരാൻ പോവുകയാണ്. വാഴ്ത്തപ്പെട്ട കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനും സഭാപിതാക്കന്മാരും എല്ലാവരും കേരള സഭ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം, അവരെല്ലാവരും ഇടവക വൈദികരായി. കേരള സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, ഒരു ആധ്യാത്മികമായ ചൈതന്യം കൊടുക്കുവാൻ, ഒരു ചലനമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവര് CMI സഭ സ്ഥാപിച്ചത്. എന്തോ പോരായ്മയൊക്കെ ഉണ്ട്. ആ സഭയ്ക്ക് മുഴുവനായിട്ടുള്ള ഒരു ഉത്തേജനം കൊടുക്കണമെന്നുള്ളതായ ആ അവസ്ഥയിൽ അവർ മനസ്സിലാക്കി, ഒന്നിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തതിന്റെ ഫലമായിട്ടാണ് CMI സഭ രൂപം കൊണ്ടത്.